കുറ്റിപ്പുറം ബസ് അപകടമുണ്ടായ സ്ഥലത്ത് ഹൈഡ്രോപ്ലെയിനിങ്ങിന് സാധ്യതയുണ്ടെന്ന് മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ പ്രാഥമിക നിഗമനം. റോഡിനും വാഹനത്തിനും ടയറിനുമിടയിൽ വെള്ളത്തിന്റെ പാളി രൂപപ്പെട്ട് ഘർഷണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള അവസ്ഥയാണിത്. റോഡിലെ എതിർദിശയിൽ നിന്ന് വെള്ളം ഒലിച്ചെത്തിയിരുന്നത് അപകടം നടന്ന ഭാഗത്തേക്കായിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, ഈ വണ്ടി പാളിപ്പോയത് അങ്ങനെയാണെന്നാണോ നിഗമനം? ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ ഒരു നിഗമനം അങ്ങനെയാണ്. വണ്ടി ഇത്തരത്തിൽ പാളിപ്പോയതാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഉള്ളത്. അതായത് ഈ ദേശീയപാതയിൽ എതിർദിശയിലുള്ള റോഡിലേക്ക് വെള്ളം ഒലിച്ചു വരുന്നത് അപകടം. ഈ ദേശീയപാതയിൽ 6 വരിയാണോ ഉള്ളത്. 6 വരി പാതയിൽ നിന്ന് എതിർദിശയിലേക്ക് വെള്ളം ഒലിച്ചു വരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഈ വെള്ളം വരുന്നത് ഡിവൈഡറിന്റെ അടിയിലുള്ള സുഷിരത്തിൽ കൂടിയാണ്. ദേശീയപാതയിൽ ഇത് സാധാരണഗതിയിൽ പാടില്ല. അതായത് ഒരു ദിശയിലെ വെള്ളം അതേ ദിശയിലേക്ക് തന്നെയാണ് ഒഴുക്കി വിടേണ്ടത്. അത് എതിർദിശയിലേക്ക് ഒരു കാരണവശാലും വരാൻ പാടില്ല. അത് ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ഈ അപകടം സംഭവിച്ച സമയത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ ഈ ഭാഗത്ത് റോഡിന് ചെരിവും അതോടൊപ്പം തന്നെ ഇറക്കവുമുണ്ട്. അത് നിവർത്താതെ അതേപടി ഉള്ളത് കൊണ്ടാണ് ഈ എതിർദിശയിലെ വെള്ളം ഈ ദേശീയപാതയുടെ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ട് എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. നമ്മൾ ആ അപകട സമയത്ത് അവിടെ വന്ന ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ അക്കാര്യം പറഞ്ഞിരുന്നു. ഓരോ ഭാഗത്തെയും വെള്ളം അതത് ഭാഗത്തേക്കാണ് ഒഴുകി പോകേണ്ടത്. അത് ഈ എതിർദിശയിലേക്ക് യാതൊരു കാരണവശാലും വരാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായും അമിത വേഗത്തിൽ വന്ന ഈ ബസ് വെള്ളമുള്ള റോഡിൽ കൂടി വന്നപ്പോൾ ടയറും റോഡും തമ്മിലുള്ള ഘർഷണ ബലം നഷ്ടപ്പെട്ടിരിക്കാം. അങ്ങനെയായിരിക്കാം ഈ ബസ് തെന്നി മാറി ഈ ഡിവൈഡറിൽ ഇടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റിന്റെ ഒരു പ്രാഥമിക നിഗമനം. അങ്ങനെയെങ്കിൽ ഈ റോഡിന്റെ അശാസ്ത്രീയതയും ഈ അപകടത്തിലേക്ക് വഴിവെച്ചു എന്നുള്ള സൂചനയാണ് ഇത് നൽകുന്നത്. അതേസമയം തന്നെ ഇന്ന് കൂടുതൽ പരിശോധനകൾ അവിടെ നടക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പരിശോധനയ്ക്ക് വരുന്നുണ്ട്. അതിൽ മോട്ടോർ വാഹന വകുപ്പും അതോടൊപ്പം തന്നെ DCRB DOSP സുനിൽ പുളിക്കന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. നാപ്റ്റാക് സംഘവും പ്രതിനിധികളും അതോടൊപ്പം തന്നെ ദേശീയപാത അതോറിറ്റി അധികൃതർ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ജംഷീർ, ഇതേ മേഖലയിൽ മുമ്പും അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെയും അപകടം ഉണ്ടായിട്ടുണ്ട്. ഈ ബസ് അപകടം സംഭവിച്ച സമയത്ത് ഒരു കാറിന് മുകളിലേക്കാണ് വീണിരുന്നത്. ഈ കാറ് അവിടെ നേരത്തെ അപകടം സംഭവിച്ച് അവിടെ ഉപേക്ഷിച്ച് നിർത്തിയിട്ട് പോയ കാറായിരുന്നു. മാത്രമല്ല നിരവധി ചെറുതും വലുതുമായിട്ടുള്ള അപകടങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നാട്ടുകാരും ജനപ്രതിനിധികളും ഒക്കെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നു. റോഡിന്റെ അശാസ്ത്രീയത പ്രശ്നമാണ് എന്നുള്ളത് സംബന്ധിച്ച്. എന്നാൽ അതിലൊരു നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇവിടെ റോഡ് ഇറക്കമാണ്, ഒരു ഇറക്കവും വളവുമാണ്. മാത്രമല്ല സമീപത്തായി യാതൊരു ഒരു സൂചനാ ബോർഡും ഇല്ലാതെ ഒരു സർവീസ് റോഡ് ഈ ദേശീയപാതയിലേക്ക് വന്ന് കയറുന്നുമുണ്ട്. ഈ 3 വരി പാത ഈ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന് അടുത്തെത്തുന്നതോടുകൂടി 2 വരിയായി ചുരുങ്ങുന്നുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ ഈ റോഡിൽ അശാസ്ത്രീയത പലതുമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ ആളുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. അപകട സമയത്ത് ആ കാര്യങ്ങളെല്ലാം തന്നെ ആളുകൾ നമ്മോട് അടക്കം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധികൾ MLA മാർ ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇനി ഈ റോഡിന്റെ അശാസ്ത്രീയത വ്യക്തമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനകത്ത് ദേശീയപാത അതോറിറ്റിയും അതോടൊപ്പം തന്നെ നിർമ്മാണ കമ്പനി ഉൾപ്പെടെയുള്ളവർ ഇടപെടണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നതോടുകൂടി അതിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ കരുതുന്നത്.